ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുമെന്ന് അറിയിച്ചതിനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് എൻ്റെ സ്വാഗതം. വലിയ നോയമ്പിലെ 7ാമത്തെ ഞായറാഴ്ചയായ കഴിഞ്ഞ ആഴ്ചയിൽ ഊശാന ഞായറാഴ്ചയുടെ ശുശ്രൂഷയിൽ നാം ഓരോരുത്തരും സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിച്ചു. ദൈവത്തിൻ്റെ മഹത്വം നാം ഊശാനയിലൂടെ കണ്ടു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ താഴായ്മയും ആ ലളിതമായ ജീവിത ശൈലിയും നാം ആ കഴുതക്കുട്ടിയുടെ പുറത്ത് യാത്ര ചെയ്ത് യെരൂശലേമിലേക്ക് എത്തുന്നത് കണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ജീവിതം നമുക്കും നയിക്കുവാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു മാതൃക നമുക്ക് കാണുവാൻ സാധിച്ചു. അന്ന് ഈവനിങ് സമയത്ത് വാദേ ദൽമിനോ ശുശ്രൂഷ, അതായത് തുറമുഖത്തേക്കുള്ള പ്രവേശനമെന്നാണ് ഈ വേടിൻ്റെ അർത്ഥം. നോമ്പിലൂടെ സ്വർഗമാകുന്ന തുറമുഖത്തിലേക്ക് നാം അടുക്കുന്നുവെന്ന് ഈ ശുശ്രൂഷ നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ ശുശ്രൂഷയിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ അനുഗ്രഹപ്രദമായ ശുശ്രൂഷ കുഴിമറ്റം പള്ളിയിൽ ആദ്യമായിട്ട് ആണ് നടന്നത്. 125 വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് നടന്നതെന്ന് അറിയുവാൻ സാധിക്കുന്നു. ഇപ്പോൾ ഇവിടെ സേവനം അനുഷ്ഠിക്കുന്ന 2 ബഹുമാനപ്പെട്ട ആചാര്യ ശ്രേഷ്ഠന്മാരും കൂടെ ചേർന്ന് ഒരു തീരുമാനം എടുത്ത് ഈ ശുശ്രൂഷയിൽ നമ്മളെ ഏവരെയും പങ്കെടുപ്പിച്ച് അനുഗ്രഹപ്രദമാക്കി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആമുഖമായിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു. നാം ഓരോരുത്തരും ഈ കഷ്ടാനുവാഴ്ചയിലേക്ക് കടന്നതിന് ശേഷം നാം നമ്മളെ തന്നെ ഒന്ന് തിരുത്തുന്നതിന് വേണ്ടിയിട്ട് നാം ചെയ്യേണ്ടത് ബലഹീനരെ ശക്തീകരിക്കുക എന്നുള്ളതാണ്. അതായത് സദൃശവാക്യങ്ങൾ 19-ാം അധ്യായം 17-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, എളിയവരോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് ദൈവം പകരം കൊടുക്കും എന്നാണ്. ഈ കഷ്ടാനുവാഴ്ചയിലെ ഈ ദിവസങ്ങൾ നമുക്ക് അതിന് ഇടയാകട്ടെ. ബലഹീനരെ ശക്തീകരിക്കുമ്പോൾ ദൈവം അതിന് പകരം നമുക്ക് തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എളിയവരെയും ബലഹീനരെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും താങ്ങുന്നതിനും ശക്തീകരിക്കുന്നതിനും തിരുവചനമാണ് നമുക്ക് പ്രചോദനം നൽകുന്നത്. ബലഹീനർ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ആരോഗ്യ പ്രശ്നമുള്ളവർ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർ, പ്രതിസന്ധികളിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കാത്തവർ, തീരാവേദനകൾ അനുഭവിക്കുന്നവർ, സമൂഹം ഒറ്റപ്പെടുത്തിയവർ അവരാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം നല്ല ശമരിയാക്കാരൻ്റെ ഉപമയിൽ ആരാണ് നിന്റെ അയൽക്കാരൻ എന്ന വിവരണം നമുക്ക് നൽകുന്നു. യാതൊരു മുൻപരിചയവും ഇല്ല എങ്കിലും മുറിവേറ്റവനെ ശുശ്രൂഷിക്കാൻ ശമരിയാക്കാരൻ കാട്ടിയ നല്ല മനസ്സാണ് നാം മാതൃകയാക്കേണ്ടത്. മനസ്സലിവും കരുണയുമാണ് സ്നേഹത്തിൻ്റെ മൂർത്തിഭാവം. ദരിദ്രനെ സഹായിക്കണം, അപ്പോൾ നിന്റെ മേൽ അനുഗ്രഹം പൂർണ്ണമാകും എന്ന് അപ്പോക്രിഫ പുസ്തകത്തിൽ ബാറാസുറ നമ്മെ പഠിപ്പിക്കുന്നു. അന്യന്റെ വേദന അറിഞ്ഞ് സഹായിക്കുവാൻ സാധിക്കുമ്പോൾ നാം ക്രിസ്തുവിലുള്ളവരായിത്തീരുന്നു. ബലഹീനരെ താങ്ങുന്ന ക്രിസ്തുവിൻ്റെ വാക്കുകൾ ഏറെ ചിന്തനീയമാണ്. പരിശുദ്ധനായ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ൽ ഇപ്രകാരം പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. യേശുവിൽ നമ്മെ തന്നെ സമർപ്പിച്ച് ബലഹീനരെ ശക്തീകരിക്കുന്നതിനായി നമുക്ക് ഏവർക്കും ശ്രമിക്കാം. അതിനായി നമ്മളുടെ ഈ കഷ്ടാനുവാഴ്ച അതിന് ഉപകാരമായി തീരട്ടെ. അത് നമുക്ക് ശരിയായ രീതിയിൽ വിനിയോഗിച്ച് നാം മുമ്പോട്ട് പോകുന്നുവെങ്കിൽ ദൈവം ഇതേവരെ നമ്മൾ ചെയ്തതായ പാപങ്ങളെ മോചിച്ച് നമുക്ക് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനായി നാം ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ: വഴിതെറ്റുന്നവരെ നേർവഴി കാണിക്കുകയും ധൈര്യമില്ലാത്തവർക്ക് പ്രചോദനം നൽകുകയും ബലഹീനരെ ശക്തീകരിക്കുകയും
ചെയ്യുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. അത് ഈ കഷ്ടാനുവാഴ്ച അതിനു വേണ്ടിയിട്ട് ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകളിൽ നിന്നും ഞാൻ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.